അതുകൊണ്ട് ലിസൺ, ഞാൻ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് ഇറങ്ങുകയാണ്. വരുമ്പോ നല്ലൊരു ഫിൽട്ടർ കോഫി കൊണ്ടുവരണേ. എനിക്ക് നിന്നോട് സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സീരിയസ് കാര്യം പ്ലസ് ഫിൽട്ടർ കോഫിയോ? ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ശരി, കോഫി ഉറപ്പ്. പ്രോമിസ്? പക്ക പ്രോമിസ് ആരെ. ആയിഷ, ആയിഷ, ഹലോ ഹലോ ആയിഷ. ഹലോ കരൺ, ഞാൻ ഓക്കെയാണ്. റിലാക്സ്. പെട്ടെന്നൊരു ബൈക്ക് വന്നതാണ്. നീ പേടിക്കരുത് പ്ലീസ്. ഞാനിപ്പോൾ റോഡരികിലാണ്. ആളൊരു സഹായിക്കുന്നുണ്ട്. ഐ എം ഫൈൻ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. പ്ലീസ് എങ്ങും പോകരുതേ, ഫോണിൽ തന്നെ നിൽക്കണേ. പ്ലീസ് 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 പ്ലീസ്. അല്ല, ഞാൻ വളരെ വേദനയുണ്ട്. വേദനയേക്കാൾ ഷോക്കായിരുന്നു. ഇന്ന് ലിറ്ററലി ഒരു സിനിമ സീൻ പോലെ ആയിപ്പോയി. പക്ഷെ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. ഹേ, ഞാൻ ഓക്കെയാണ്. ഡോക്ടറും പറഞ്ഞില്ലേ വെറും ചതുവ് മാത്രമേ ഉള്ളൂ എന്ന്. ആദ്യം ആയിഷയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറച്ച് വേദനയുണ്ട്. റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കാണ് അല്പം മട്ടുകൂടുതൽ. ആക്സിഡന്റ് പറ്റിയ ആള് തന്നെ ഞെട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ നോക്കി നിൽക്കുന്ന ആളായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ കൂടുതൽ തകരുന്നത്. സത്യം പറയാലോ, ആ ഒരു മിനിറ്റിൽ എത്രത്തോളം ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതെന്ന് അറിയില്ല. പലതരം ചിന്തകൾ. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് വേറൊരു ചിന്ത വന്നു. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ അവസ്ഥ എന്താവും? കുട്ടികൾ, മാതാപിതാക്കൾ, എല്ലാവരുടെയും ഭാവി എല്ലാം ഒന്നിച്ച് കൺമുന്നിൽ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ വ്യക്തമായൊരു പ്ലാൻ ഇല്ലെന്ന്. അതെ, കാര്യങ്ങൾ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ ചെറുപ്പമാണ്, ആരോഗ്യമുള്ളവരാണ്. ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷനുകൾ കൂടുതലാണ്, ചെലവും കുറവാണ്. ഇത് നോക്കൂ. ആദ്യം നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ലളിതമായി പറയുകയാണെങ്കിൽ നിന്റെ ഏറ്റവും വലിയ പേടി എന്താണ്? പണമില്ലാതെ പോകും എന്നതല്ല പേടി. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആയിഷയ്ക്ക് മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരരുത്, അല്ലെങ്കിൽ അവൾ കഷ്ടപ്പെടരുത്. ഇനിയിപ്പോൾ ആയിഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മാനസികമായി തകർന്നാലും കാര്യങ്ങൾ പ്രായോഗികമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയണം. പെർഫെക്റ്റ്. അതായത് നിങ്ങൾ രണ്ടുപേർക്കും അന്തസ്സ് വളരെ പ്രധാനമാണ്, വൈകാരികമായും സാമ്പത്തികമായും. അപ്പോൾ ഞാനൊരു കോടിയുടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാലോ? അതെങ്ങനെയാണ് ചിന്തിച്ചത്? സ്വന്തം വരുമാനം, ജീവിത രീതി, പിന്നെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് വേണം കവർ തിരഞ്ഞെടുക്കാൻ, അല്ലാതെ വെറുതെ അല്ല. ഇതുപോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മികച്ച പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാനറ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യങ് ടേം പ്ലാൻ. ഇപ്പോൾ ഞാൻ നിനക്ക് ലളിതമായി പറഞ്ഞു തരാം. നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബാക്കപ്പ് വരുമാനമുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ്, ഫാമിലി സപ്പോർട്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, ശമ്പളം മാത്രമാണുള്ളത്. അത് നിന്നാൽ എല്ലാം നിൽക്കും. അതെ, ഈ പോയിന്റിലാണ് പ്ലാനിങ് അത്യാവശ്യമായി വരുന്നത്. ശരി, ഒരു കാര്യം പറ. അത്യാവശ്യ ചെലവുകൾ മാത്രം കഴിച്ച് വീട് കൊണ്ടുപോകാൻ മാസം കുറഞ്ഞത് എത്ര രൂപ വേണം? ആഡംബരങ്ങളല്ല, മാന്യമായി ജീവിക്കാൻ വേണ്ടത് പറ. എല്ലാം കഴിച്ച് ഏകദേശം 60,000. പെർഫെക്റ്റ്. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളെ എടുത്താൽ വാടക, പലചരക്ക്, പെട്രോൾ, ബില്ലുകളെല്ലാം കൂടി ഏകദേശം മാസം 60,000 രൂപ. അതായത് വർഷത്തിൽ ഏകദേശം 7.2 ലക്ഷം രൂപ വരും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്ലാനിംഗ് നിയമം കൂടിയുണ്ട്. നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവർ എത്ര കാലത്തിനുള്ളിൽ അഥവാ എത്ര വർഷത്തിനുള്ളിൽ സ്വതന്ത്രരാകുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. വർഷത്തിൽ 7.2 ലക്ഷം ഗുണം 25 വർഷം. അത്രയും കാലം കൊണ്ട് അവർ സ്വതന്ത്രരാകണം. അതായത് ഏകദേശം 1.8 കോടി വരും. തീർച്ചയായും. ഇനി രണ്ടാമത്തെ കാര്യം, ബാധ്യതകൾ. ബാക്കിയുള്ള കാർ ലോൺ എത്രയുണ്ട്? ഏകദേശം 10 ലക്ഷം. ഓക്കെ, അപ്പോൾ കവർ ഇപ്പോൾ ഏകദേശം 1.9 കോടിയായി. ഇനി ഇതിനെന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഇത്രയും കവറോ? ഇതൊരു പരിഭ്രാന്തി അല്ല കാരൻ, ഇതൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കവർ എല്ലാ 3 വർഷത്തിലും, അല്ലെങ്കിൽ ജനനം പോലുള്ള പ്രധാന ജീവിത മാറ്റങ്ങളിൽ, അല്ലെങ്കിൽ ഹോം ലോൺ എടുത്ത ശേഷം റിവ്യൂ ചെയ്യണം. ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി എല്ലാ വിധത്തിലും സുരക്ഷിതമാക്കും. ടേം പ്ലാനിന്റെ ഉദ്ദേശ്യം ഒന്ന് മാത്രമാണ്. ജീവിതം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയാലും കുടുംബത്തിന്റെ സാമ്പത്തികം തടസ്സപ്പെടരുത്. നിങ്ങൾ രണ്ടുപേർക്കും യങ് ടേം പ്ലാൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് പ്രായം കുറവാണ്, കവർ കൂടുതൽ കിട്ടും, പ്രീമിയം കുറഞ്ഞ നിരക്ക് ലോക്ക് ആകുകയും ചെയ്യും. പൂർണ്ണ കാലയളവിലേക്കും ലോക്കാകുന്നു എന്ന് വെച്ചാൽ ഇന്ന് കിട്ടുന്ന നിരക്ക് തന്നെ 30-35 വർഷം വരെ തുടരും. അതായത് 30കളുടെ വില 50കൾ 60കൾ വരെ. ഇതിൽ ഡെത്ത് കവർ മാത്രമല്ല, അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിൽ
എക്സ്ട്രാ പേ ഔട്ട് ഓപ്ഷനും ഉണ്ട്. ഡിസബിലിറ്റിയുടെ കാര്യമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വരുമാനം നിലച്ചാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അതായത് ഒരു സ്ഥിരമായ ഡിസബിലിറ്റി സംഭവിച്ചാൽ പങ്കാളിയുടെ മേൽ പെട്ടെന്ന് വലിയ ഭാരം വരാതിരിക്കാനുള്ള പിന്തുണ ഇതിൽ നിന്നും കിട്ടും. ജീവിതം ഒരേപോലെ ആയിരിക്കില്ല. ഇന്ന് നിങ്ങൾ 2 പേരാണെങ്കിൽ നാളെ കുട്ടികൾ, ഹോം ലോൺ, മാതാപിതാക്കളുടെ മെഡിക്കൽ ആവശ്യങ്ങൾ അങ്ങനെ വരാം. യങ് ടേം പ്ലാനിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മുടെ ജീവിത രീതികൾ മാറുമ്പോൾ കവർ കൂട്ടാൻ സാധിക്കും. അതായത് പ്രൊട്ടക്ഷനോടൊപ്പം ജീവിതവും മുന്നോട്ട് പോകും അല്ലേ? അതെ. പിന്നെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയം വെറുതെ ആകുമെന്ന് പറയുന്നവർക്കായി റിട്ടേൺ ഓഫ് പ്രീമിയം ഓപ്ഷനുകളും ഉണ്ട്, അതായത് പ്ലാൻ അനുസരിച്ച്. അതായത് ഇതൊരു പേടി കൊണ്ട് എടുക്കുന്ന തീരുമാനം അല്ല അല്ലേ? അതെ, മനസമാധാനത്തിനുള്ള തീരുമാനമാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ട്ണർക്ക് പൊരുത്തപ്പെടാൻ സമയം ലഭിക്കും. ഇനി നോക്ക്, കരൺ ആൻഡ് ഐഷ 2 കോടി കവർ, വർക്കിംഗ് ഇയേഴ്സ് വരെ കവറേജ്, ഓപ്ഷണൽ ആക്സിഡന്റ് ഡിസേബിലിറ്റി കവർ. നോക്ക്, കൃത്യമായ പ്രീമിയം വിവരങ്ങൾ പിന്നീട് നോക്കാം. നീ ഇപ്പോൾ വീട്ടിൽ പോയി ആയിഷയോട് സമാധാനമായി സംസാരിക്കുക. ഇതൊരു ജോയിന്റ് ഡിസിഷൻ ആയിരിക്കണം. അതെ, ഇതൊരു ജോയിന്റ് ഡിസിഷൻ തന്നെ ആയിരിക്കും. നാളെ ആയിഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ സ്റ്റേബിൾ ആകും. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളും സ്റ്റേബിൾ ആയിരിക്കും. ഒരു ബന്ധത്തിൽ സുരക്ഷ 2 പേർക്കും തുല്യമായിരിക്കണം. അതാണ് യഥാർത്ഥ പാർട്ട്ണർഷിപ്പ്. താങ്ക് ഗോഡ്. ഇന്നലെ രാത്രി വരെ എനിക്ക് വെറുതെ പേടിയാണെന്നാണ് ഞാൻ കരുതിയത്. ഉത്തരവാദിത്തത്തോടെ ഒരു തീരുമാനം എടുക്കേണ്ട ശരിയായ സമയമാണിതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പേടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്, എന്നാൽ പേടിയെ പൂർണ്ണമായി അവഗണിക്കുകയും അരുത്. ഇന്ന് നിനക്ക് ലഭിച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നു. ആ അപകടം ഗുരുതരമായിരുന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ വികാരങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ, സിസ്റ്റം അല്ല. യങ് ടൈം പ്ലാനിലൂടെ നിങ്ങൾക്കൊരു ലളിതമായ സിസ്റ്റം ഉണ്ടാക്കാം. നാളെ ഒരാൾ ഇല്ലെങ്കിലും മറ്റേയാൾ സാമ്പത്തികമായി സുരക്ഷിതനായിരിക്കും. ഈ സ്റ്റോറി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റിയൽ ലൈഫ് ഫിനാൻസ് കപ്പിൾ ടോക്കുകൾക്കായി കാനഡ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാനഡ HSBC ലൈഫ് ഇൻഷുറൻസ് വാഗ്ദാനങ്ങളുടെ പങ്കാളി.